ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ മുരാരി ബാബുവിന്റെ ആസ്തി കണ്ട് വീട് കണ്ട് അന്വേഷണ സംഘം ഞെട്ടി. ദേവസ്വത്തിലെ ഒരു വാച്ചറായി ഔദ്യോഗിക ജീവൻ തുടങ്ങിയ മുരാരി ബാബു 2019 ശേഷം പെരുന്നയിൽ വെച്ചത് കോടികൾ വിലമതിക്കുന്ന വീടാണ്. ഏറ്റുമാനൂർ തിരുനക്കര ക്ഷേത്രങ്ങളിലെ നവീകരണത്തിനും കൊടിമരത്തിനുമായി വാങ്ങിയ തേക്കിൻ തടികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തേക്ക് സൗധം തന്നെയാണ് പെരുന്നയിൽ മുരാരി ബാബു നിർമ്മിച്ചത്. 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു വാച്ചറായിട്ടാണ് ദേവസ്വം ബോർഡിൽ മുരാരി ബാബു ജോലിക്ക് കയറുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഭാസ്കരൻ നായരുടെ താല്പര്യപ്രകാരം ഭാസ്കരൻ നായരുടെ പിയൂൺ കം വാച്ചറായിരുന്നു മുരാരി ബാബു. പിന്നീട് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പിന്തുണയിൽ NSSന്റെ സഹായത്തിൽ ഓരോരോ പദവികളായി പിടിച്ചടക്കി ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരെ എത്തി. ഇതിനിടയിൽ ദേവസ്വത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കട്ടത് കോടിക്കണക്കിന് രൂപ. ഒടുവിൽ 2019 ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി തന്നെ അപ്പാടെ അടിച്ചു മാറ്റി. 2019 ശേഷമാണ് പെരുന്നയിലെ വീട് നിർമ്മാണം ആരംഭിക്കുന്നത്. വെറും 1.5 വർഷം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയായി. മണിമാളികയാണ് പെരുന്നയിൽ മുരാരി ബാബു നിർമ്മിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ കണക്ക് പ്രകാരം 2.5 കോടിക്ക് മുകളിൽ വില വരുന്നതാണ് പെരുന്നയിലെ ഈ സൗധം. ഒരു ദേവസ്വത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ 2-2.5 കോടി രൂപയ്ക്കുള്ള ഒരു മണിമാളിക ഉണ്ടാക്കിയിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ പണം? അന്തം വിടുകയാണ് അന്വേഷണ സംഘം. ഇതിനിടയിൽ തിരുനക്കര ക്ഷേത്രത്തിലെയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെയും ചില അറ്റകുറ്റപ്പണികൾക്ക് തേക്കിൻ തടി ആവശ്യപ്പെട്ട് കോട്ടയത്തെ ഫോറസ്റ്റ് ഡിപ്പോയിൽ മുരാരി ബാബു സമീപിച്ചിരുന്നു. എന്നാൽ അവിടെ തേക്കിൻ തടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ പരിചയത്തിലുള്ള മറ്റൊരു ഡിപ്പോയിൽ നിന്ന് തേക്കിൻ തടി എടുക്കുകയായിരുന്നു. എന്നാൽ തിരുനക്കരയിൽ വളരെ കുറച്ച് അറ്റകുറ്റപ്പണികൾ മാത്രമേ നടത്തിയുള്ളൂ. ഏറ്റുമാനൂരിലാകട്ടെ കൊണ്ടുപോയത് പാഴ്ത്തടിയാണ്. അവിടെ ഉപദേശ സമിതി എതിർത്തത് കൊണ്ട് തന്നെ പണി നടന്നുമില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വാങ്ങിയ തേക്കിൻ തടി എവിടേക്ക് പോയി? ഇതിനൊപ്പം തന്നെ മറ്റൊരു ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി വലിയ ഒരു തേക്ക് മുരാരി ബാബുവിന്റെ കാലത്ത് വാങ്ങിയെങ്കിലും ആ കൊടിമര നിർമ്മാണം പൂർത്തിയായില്ല എന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിന്റെ പേരിൽ, ദേവസ്വത്തിന് വേണ്ടി ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന്റെ പേരിൽ വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ തേക്കിൻ തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു തേക്ക് സൗധം തന്നെ, ഒരു മണിമാളിക തന്നെ മുരാരി ബാബു നിർമ്മിച്ചിരിക്കുന്നത്. മുരാരി ബാബു ശബരിമലയിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിരവധി ക്ഷേത്രങ്ങളിലെ സ്വത്ത് കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മുരാരി ബാബു ഒരു ചെറിയ മീനല്ല, ഒരു വമ്പൻ സ്രാവാണ് മുരാരി ബാബു. മുരാരി ബാബുവിന് പിന്നിൽ നിരവധി ഉന്നതന്മാരുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്.